ഹലോ. എക്സാം ആവാറായില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് 6ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷന്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? സ്കോറ് 30ആണ്, അത് നമുക്കറിയാം. പിന്നെ ടൈം ഒക്കെ അറിയാലോ അല്ലെ? പിന്നെ അതില് സാമാന്യ നിർദ്ദേശം അതും നമുക്കറിയാം. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. 6 ചോദ്യങ്ങൾ ഉണ്ടാവും. 6നും ഉത്തരം എഴുതണം. പിന്നെ പ്രശ്ന ദോ ഓർ പാഞ്ച് മേ വികൽപ ഹെ, 2നും 5നുമാണ് ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ. पहले 15 मिनट का कूल ऑफ टाइम प्रश्न पत्र वाचन के लिए है. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അതെന്തിനാണ്? ചോദ്യ പേപ്പർ വായിക്കാനാണ്. കുൽ 6 പ്രശ്ന ഹെ, ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. സഭിക്ക് ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ, എല്ലാത്തിന്റെയും ആൻസർ എഴുതണം. പ്രശ്ന 2 और 5 में विकल्प है, രണ്ടാമത്തെ ചോദ്യത്തിനും 5ാമത്തെ ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. അതിൽ സൂചന നോക്കൂ. मुन्नू की स्वतंत्रता कहानी का यह अंश पढ़े और प्रश्नों के उत्तर लिखे. मुन्नू की स्वतंत्रता കഹാനിയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. വായിച്ചു നോക്കാം. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा. നമ്മൾ ആ പാഠഭാഗത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മുന്നു ചേട്ടന്റെ പുസ്തകം എടുത്ത് ധ്യാൻ സെ, ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. തത്തുനെ പുസ്തക് ചീൻ ലി, അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്തു? പുസ്തകം പിടിച്ചു വലിച്ചു അല്ലെ? ഓർ മുझे डांटा, പിന്നെ ചീത്തയെ പറഞ്ഞു. मैंने उसमें से एक ही तस्वीर तो अपने लिए फाड़ी दी. ആകെ അവൻ എന്താ ചെയ്തത്? അവന് വേണ്ടി ആകെ ഒരു നല്ല ചിത്രമാണ് അവൻ അതൊന്ന് കീറിച്ചെടുത്തത് അല്ലെ? അപ്പൊ അത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. തസ്വീരോ വാലി മോട്ടി പുസ്തക് കിസ്കി ഹെ. തസ്വീരോ വാലി മോട്ടി പുസ്തക് കിസ്കി ഹെ, ആരുടെയാണ് എന്നുള്ളത് എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മുന്നുനെ ജവഹർലാൽ നെഹ്റു ജിക്കോ ക്യാ ലിഖാ ഹോഗാ. മുന്നു ജവഹർലാൽ നെഹ്റുവിനെ എന്താണ് എഴുതിയിട്ടുണ്ടാവുക? പത്ര തയ്യാർ കരേ, ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് എളുപ്പം ആണ് അല്ലെ ക്വസ്റ്റ്യൻസ്? അപ്പൊ നമുക്ക് ഇതിലാകെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്ന് ആരുടെ പുസ്തകമാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് വേഗം തന്നെ അതിന്റെ ആൻസർ അറിയാം. ബയ്യാക്കി, അതില് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തത് ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് അല്ലെ? ആ ലെറ്റർ ഒന്ന് തയ്യാറാക്കിയാലോ? ആദ്യം നമ്മള് പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതണം. ഇനി എന്താണ്? എന്ത് ചെയ്യണം? പ്യാരെ ചാച്ച നെഹ്റുജി. അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലായിട്ട് എന്ത് എഴുതണം? മേ മുന്നു ഹും ഖേൽത്താ ഭാഗ്താ ലഡ്കാ ഹും, ഞാൻ മുന്നു ആണ്, ഓടിക്കളിക്കുന്ന കുട്ടിയാണ്. ഘർ മേ ദുഃഖി ഹും, വീട്ടില് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ക്യോങ്കി മുझे സ്വതന്ത്രത നഹി ഹെ, എന്താണ്? എനിക്ക് സ്വാതന്ത്ര്യമില്ല. आप सुनिए, मैं अपने भैया के फाउंटेन पेन से फर्श पर लिखते वक्त माँ ने नाराज होकर वह छीन ली. അപ്പൊ എന്തായാലും ചാച്ചാജി കേൾക്കണം. ഞാന് സഹോദരന്റെ ചേട്ടന്റെ ഫൗണ്ടൻ പെൻ എടുത്ത് നിലത്ത് എഴുതാൻ തുടങ്ങിയപ്പോ അമ്മ ദേഷ്യപ്പെട്ട് എന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. മാജി മുझे ഗരം ദൂത് ഡാൻകർ പിലാത്തി ഹെ, അത് മാത്രമല്ല ചൂടുള്ള പാൽ എന്നെ ചീത്ത പറഞ്ഞു കുടിപ്പിക്കും. മുझे സഡക് പർ ഖേൽനെ നഹി ദീത്തി, പിന്നെന്താണ്? റോട്ടില് കളിക്കാൻ അനുവദിക്കില്ല. पेन न पहनकर मैं स्वतंत्र होकर खेलना चाहता हूँ, लेकिन माँ मुझे जबरदस्ती पेंट पहना देती है. എനിക്കാണെങ്കിൽ പെയിന്റ് ഇടാതെ കളിക്കാനാണ്, സ്വതന്ത്രമായി കളിക്കാനാണ് ഇഷ്ടം. പക്ഷെ അമ്മ നിർബന്ധിച്ച് എന്നെ പെയിന്റ് ഇടാൻ പറയും. ഭയ്യ കി തസ്വീർ പുസ്തക് ദേഖ്നെ കി സ്വതന്ത്രത ഭി മുझे नहीं है, അത് മാത്രമല്ല സഹോദരന്റെ ചിത്രമുള്ള ബുക്ക് നോക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല.
बाबूजी की दवात से स्याही रंग कर झंडा बनाते वक्त माँ ने उसका अपमान किया. അത് മാത്രല്ല മഷിക്കുപ്പി ഇതെടുത്ത് അതില് മഷിയൊക്കെ എടുത്ത് കളറ് കൊടുത്ത് ഒരു കൊടി തയ്യാറാക്കാനായി ഞാന് ശ്രമിച്ചു. ആ സമയത്ത് അമ്മ അതിനെ അപമാനിച്ചു. മുझे रोने की स्वतंत्रता भी नहीं है. അത് മാത്രല്ല എനിക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. क्या यह है आजादी? അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, ഇതാണോ സ്വാതന്ത്ര്യം? इसलिए आप अम्मा को लिखिए कि मुझे सच्ची स्वतंत्रता ദേ ദേ. അതുകൊണ്ട് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു കത്ത് എഴുതണം, എനിക്ക് സ്വാതന്ത്ര്യം നൽകണം എന്ന് പറഞ്ഞിട്ട്. ഐസ കരേ തോ മുझे ബഡി ഖുഷി ഹോഗി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്ററിന്റെ താഴെയായിട്ട് എന്ത് എഴുതണം? പ്യാർ സെ ആപ്കാ മുന്നു. പിന്നെന്താണ്? ഒരു സൈനും ചെയ്യാം അല്ലേ? അപ്പൊ ഇത്രയുമാണ് ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ലെറ്ററിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം പ്ലേസും ഡേറ്റും എഴുതുക. അതിനുശേഷം നമ്മൾ ഒരു സംബോധന എന്ന് പറഞ്ഞാൽ പ്യാരെ ചാച്ചാജി എന്ന് പറഞ്ഞ് കോമയിട്ട് നമ്മൾ എന്തൊക്കെയാണോ അതിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതി തുടങ്ങാം. പിന്നെ അതിന് ശേഷം അവസാനം എന്താണ്? അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പ്യാർ സെ ആപ്കാ മുന്നു ഹസ്താക്ഷർ. ഇത്രയും എഴുതുമ്പോഴേക്കും നമ്മുടെ ലെറ്റർ കംപ്ലീറ്റ് ആവും. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കും കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉൾട്ട പുൾട്ട കവിത കാ ഹംഷ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഉൾട്ട പുൾട്ട കവിതയിൽ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചലത്തെ ചലത്തെ निचली छत से गिरती जब छिपकली छपाक तुरंत संभल जाती उस क्षण की उड़ चल देती अपने आप. ऊपर की डाली से बंदर जब आ गिरता है नीचे झटपट पकड़ दूसरी डाली हंसता है आंखें मींचे. ഇനി അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മള് ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഉൾട്ട പുൾട്ട എന്ന കവിതയില് നമ്മളുടെ പല്ലി താഴെ വീണാലും അവിടെ നിന്ന് ആരെയും ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ വേഗം എണീറ്റ് പോവാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ബന്ധരം വീഴാൻ പോയാലും കണ്ണടച്ച് വേറെ ഒരു കൊമ്പിൽ പിടിക്കുന്ന അല്ലെങ്കിൽ അവര് തന്റെ പരാജയത്തെ ഓർത്ത് ദുഃഖിക്കാറില്ല എന്നാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഗുണപാഠല്ലേ. തന്റെ പരാജയമോ കഴിവില്ലായ്മയോ അതേപറ്റി ചിന്തിച്ച് ആരും ദുഃഖിക്കുന്നില്ല. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ऊपर की डाली से गिरते वक्त बंदर क्या करता है? ऊपर की डाली से गिरते वक्त बंदर क्या करता है? എന്താണ് ബന്ദർ ചെയ്യുന്നത്? ऊपर की डाली से गिरते वक्त बंदर എന്താണ് ചെയ്യുന്നത്? झटकर दूसरी डाली पर पकड़ता है. വീഴാൻ പോകുന്നു എന്ന് കണ്ടതും എന്താ ചെയ്യാ ബന്ദർ? അടുത്ത് കൊമ്പിലോട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി അടുത്തത് നോക്കാം. ചിത്രത്തെ ആധാർ പർ കവിത സെ ഉചിത് പങ്ക്തിയാൽ ചുൻകർ ലിഖേ. ചിത്രത്തെ അടിസ്ഥാനമാക്കി കവിതയിൽ നിന്ന് അനുയോജ്യമായ വരികൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് അല്ലെ ഏതാണ് രണ്ടാമത്തെ ആൻസർ വരിക എന്നുള്ളത്. ചലത്തെ ചലത്തെ നിച്ചലി ഛത് സേ ഗിർത്തി ജബ് छिपकली छपाक तुरंत संभल जाती उस क्षण ही उड़ चल देती अपने आप. ഇതാണ് അനുയോജ്യമായ വരികൾ. ഇനി രണ്ടാമത്തത് ഓപ്ഷൻ ആണ്. 2A, B ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നോക്കാം. മിലേ സബ്കോ കവിത കാ യഹ് ഹംഷ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. മിലേ സബ്കോ എന്നുള്ള കവിതയിലെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ബഹുത് ജറൂരി ഹൈ മിലേ സബ്കോ पंख और उड़ने के लिए खुला एक आसमान. इससे भी ज्यादा जरूरी कि मिले सबको जीने के लिए जमीन. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം.
कविता में भूमि शब्द के समान प्रयुक्त शब्द ഭൂമി എന്നുള്ളവിടെ ഇവിടെ അല്ലെങ്കിൽ ഭൂമിക്ക് സമാനമായ ശബ്ദം ഏതാണ്? അറിയാലേ, നമുക്ക് ഇവിടെ എന്താണ് ഭൂമിക്ക് പകരം പ്രയോഗിച്ചിട്ടുള്ളത്? ജമീൻ. ഇനി അടുത്തത് कविता से समान आशय वाली पंक्तियां चुनकर लिखी। जीवन में आगे बढ़ने के लिए क्षमता और आसमान की तरह खुला अवसर मिलना चाहिए। ഇത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ക്ഷമയും അതേപോലെ തന്നെ ആകാശത്തെ പോലെ വിശാലമായ അല്ലെങ്കിൽ നമുക്ക് ധാരാളം അവസരങ്ങളും വേണം, അത് ലഭിക്കണം എന്നാണ്. ഈ ആശയത്തോട് അനുയോജ്യമായ വരികൾ ഏതൊക്കെയാണെന്ന് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ വരികൾ? बहुत जरूरी है मिले सबको पंख और उड़ने के लिए खुला एक आसमान। इच्छु और बिनिया कहानी का अंश पढ़े और प्रश्नों के उत्तर लिखे। इच्छु, ये चींटियां मिठाई कैसे ढूंढ लेती? घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच जाए तो सबको बता देती है। वो अकेले दौड़े ही खा सकती है, सब मिलकर खाती है, मिलकर घर बनाती है, मिलकर रहती है। तब तो मुझको भी चींटी बननी है, बिनिया बोली। നമ്മൾ ഇച്ചു ഓർ ബിനിയ കഹാനി പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിലെ അവര് തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ അതില് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. പ്രസ്താവ് പടേ ഓർ സഹി വികൽപ്പ് ചുൻകൻ ലിഖേ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്ന് ശരിയായതെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചീണ്ടി അക്കേലെ ദോഡേ ഹി ഖാ സക്തി ഹെ. ചീണ്ടി കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ അല്ലെ ഒറ്റയ്ക്ക്. घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच जाए, കറങ്ങി കറങ്ങി നമ്മുടെ ചീണ്ടി എന്തെങ്കിലും മധുരത്തിന്റെ അടുത്തേക്ക് എത്തിയാൽ, ചീണ്ടി സബ് മിൽക്കർ ഖാത്തി ഹെ, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത് അല്ലെ? घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच न जाए, കറങ്ങി കറങ്ങി മിഠായിയുടെ അടുത്ത് എത്തിയില്ല എങ്കിൽ. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ ഏതാണ് അല്ലെങ്കിൽ അനുയോജ്യമായത് ഏതൊക്കെയാണ് വരിക? ഏതൊക്കെയാണ്? ആ ഓർ ഈ ആണ് ശരിയായത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇച്ചു ഓർ ബിനിയാക്ക് ബീച്ച് കാ വാർത്താലാപ് ലിഖി. ഇച്ചുവും ബിനിയും തമ്മിലുള്ള ഒരു ചെറിയൊരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സംഭാഷണം നോക്കിയാലോ. ഇച്ചു മേ ഗന്ന ബൻ ചാത്താ ഹും. ഇച്ചു പറയാണ് ഞാൻ ഗന്ന ബൻ ചാത്താ ഹും. ബിനിയ മേ അക്കേല നഹി ഹം ബഹുത് സാരി ചീണ്ടിയാ മായേങ്കി. ഞാൻ തനിച്ചല്ല, ഞങ്ങൾ ഒരുപാട് ചീണ്ടികൾ ഒരുമിച്ചാണ് വരുന്നത്. ചു ഹും അരേ നഹി ഗുദ്ഗുദി ഹോഗി. അപ്പൊ ചോദിക്കാണ് അരേ നഹി ഗുദ്ഗുദി ഹോഗി, ഇക്ലേ ആവില്ലേ? വിനയ ഗുദ്ഗുദി നഹി ഹോഗി, അങ്ങനെയൊന്നും ആവില്ല. ഇച്ചു ദോനോം സാത്ത് സാത്ത് രഹേംഗെ. ഓ ദോനോ സാത്ത് സാത്ത് രഹേംഗെ എന്ന് പറയാണ്. ഇത്രയും മതി സംഭാഷണത്തിൽ. നമുക്ക് ആ പാരഗ്രാഫിൽ തന്നെ സംഭാഷണം ഉണ്ടാക്കി എഴുതാം. അത്രയേ വരുന്നുള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ഖണ്ഡ് പഠേ ഓർ പ്രശ്നോं के उत्तर लिखे. हर साल 5 जून को विश्व पर्यावरण दिवस मनाया जाता है. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാ വർഷവും ജൂൺ 5-ന് വിശ്വ पर्यावरण दिवस मनाया जाता है. पर्यावरण संरक्षण हमारा कर्तव्य है. ഇത് നമ്മുടെ കർത്തവ്യമാണ്. എന്ത്? पर्यावरण संरक्षण. आज प्रदूषण बढ़ता जा रहा है. ഇന്ന് പൊല്യൂഷൻ എങ്ങനെയാണ്? എല്ലാവരുടെയും പൊല്യൂഷൻ ആണ്. सब जीवों के लिए खतरा है. പൊല്യൂഷൻ എല്ലാ ജീവജാലങ്ങൾക്കും അപകടമാണ്, അല്ലെങ്കിൽ നമുക്കറിയാം ഖത്ര ഹെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തേത് വിശ്വ पर्यावरण दिवस कब मनाया जाता है എന്നാണ് ആൻസർ. ഇതിൽ തന്നെ ഉണ്ട് അല്ലെ, ജൂൺ 5. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ पर्यावरण संरक्षण विषय पर പോസ്റ്റർ തയ്യാർ കരേ. पर्यावरण സംരക്ഷണത്തെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പോസ്റ്റർ തയ്യാറാക്കിയാലോ.
ആദ്യം ഒരു ചിത്രം വരയ്ക്കണം, ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കണം, പര്യാവരണ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശവാക്യം കൂടി എഴുതണം അല്ലെ. അപ്പൊ നമുക്കത് എന്ത് കൊടുക്കാം? പര്യാവരണ സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹേ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാലോ. मीठा संतरा संस्मरण का यह अंश पढ़े और प्रश्नों के उत्तर लिखे. मीठा संतरയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ വായിക്കാം. मैं जब भी शिलोंग में दिखाई दिनों को याद करता हूँ तो मुझे बूढ़ी कान याद आती है. वहाँ मैं मल्की हिल्स में रहता था. वह हमारे घर के पास ही छोटी सी गुमटी में बैठी मौसमी फल बेचती है. നമ്മള് മീട്ടാസന്തര പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മീട്ടാസന്തരയില് ഷിലോങ്ങില് നമ്മുടെ ലേഖകൻ ഓർക്കുകയാണ് അല്ലെ. ഷിലോങ്ങില് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓർക്കുകയാണ്. അപ്പൊ അവിടുത്തെ ബൂട്ടി കാങ്ങിനെ ഓർക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് ലേഖകൻ മൽക്കി ഹിൽസിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ലേഖകന്റെ വീടിനടുത്തായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അതില് സീസണബിൾ ഫ്രൂട്ട്സ് ആണ് വിൽക്കുന്നുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻസ് നോക്കാം. छोटी सी गुमटी में विशेषण शब्द है. ഏതാണ് ആൻസർ? ചോട്ടി സി എന്നാണ് വരിക. അടുത്തത് പ്രസ്താവ് പഠേ ഓർ സഹി വികൽപ് ചുൻകർ ലിഖേ. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് വായിച്ച് ശരിയായത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവ് നോക്കാം. ലേഖക് ഷിലോങ് ഗയാ. गुमटी में वृद्धा नजर आई. नदी के पास उसकी छोटी सी लड़की भी बैठी थी. गुमटी में യുവതി അകേലി बैठी थी. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് എഴുതണം. ഇതിൽ ശരിയായ ആൻസർ ആ ഓർ ഈ സഹി ഹേ. ഗായാണ്. 5 ബി. സൂചന രൂരു കഹാനി കാ അംശ് പഠേ ഓർ പ്രശ്നോं के उत्तर लिखे. രൂരു കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. കഥയുടെ ചെറിയ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. पिछली रात भयानक तूफान आया था. मेरा घोंसला बिखर गया है. कहीं मेरे बच्चे गिर न जाए. मैं खाना नहीं खा रही थी. अपने साथी को बुला रही थी. वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കഹാനി में मित्र के समानार्थ वाले शब्द चुनकर लिखे. മിത്രന്റെ സമാനാർത്ഥം ഏതാണ് വരിക? സാത്തി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻസ് ഉണ്ട്. രാത്ത്, സാത്തി, ബിക്കർ, ജൽദി. ഏതാണ് വരിക? സാത്തി. അടുത്തത് പ്രസ്താവ് പഠേ ഓർ സഹി വികൽപ് ചുൻകർ ലിഖേ. പ്രസ്താവന വായിച്ച് ശരിയായത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. रूरू चिड़िया के पीछे चल पड़ा. बच्चे जमीन पर न बेहाल पड़े थे. अम्मी ने चिड़िया के बच्चे को जेब में नहीं रख लिया. चिड़िया ने रूरू को गाना सिखा दिया. विकल्प നോക്കാം. ആ और आ सही है. आ और ई सही है. आ और ई सही है. आ और ई सही है. ഇതിൽ ഏതൊക്കെയാണ് ശരി? रूरू चिड़िया के पीछे चल पड़ा. നമ്മുടെ രൂരു ആണ് ചിടിയാക്കെ പീച്ചെ പോയത് അല്ലെ. ആ ബच्चे जमीन पर न बेहाल पड़े थे. അത് തെറ്റല്ലേ? അമ്മീനെ ചിടിയാക്കെ ബच्चे को जेब में नहीं रख लिया. ഇതും തെറ്റാണ് അല്ലെ. ചിടിയാനെ रूरू को गाना सिखा दिया. ചിടിയ रूरू को गाना सिखा दिया. ഏതാണ് ശരിയായത്? ആ और ഈ സഹി है. ഗായാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് സഹി മിലാൻ കരെ. മാച്ച് ദ ഫോളോയിങ് ആണ്. വാക്യാംശ പാത്രം തന്നിട്ടുണ്ട്. നോക്കാം. ഹമേശ रोता रहने वाला, ഖുഷി സെ കൂദനെ ഫാന്ദനെ വാലി, ഖാനെ വാലി. എന്തൊക്കെയാണ്? റൂറു കി മാം, ചിടിയ, റൂറു. ഇതില് നമ്മള് മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് നമുക്ക് നോക്കുമ്പോ എളുപ്പമാണ് അല്ലെ. ഹമേശ रोता रहने वाला ആരാണ്? റൂറു. ഖുഷി സെ കൂദനെ ഫാന്ദനെ വാലെ റൂറു കി മാമാണ്. ഗാനെ വാലിയ ഏതാണ് ആൻസർ വരിക? ചിടിയ. ഇനി അടുത്തത് നോക്കാം. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. मैं कबूतर हूँ. मैं शांति का प्रतीक हूँ. मुझे कपोल भी कहते हैं. पुराने जमाने में राजमहलों में भी मेरा
स्थान था। मैं संदेश लेकर दूर देशों में जाता था। मैं बिल्ली से डरता हूँ। मुझे गेहूं का दाना बहुत पसंद है। मैं മാനവ് കാ ദോസ്ത് ഹോ. അപ്പൊ കബൂത്തറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കബൂത്തർ പറയുന്നുണ്ട് നീ കബൂത്തറും ശാന്തി കാ പ്രതീകാണ്. കപോൾ എന്ന് പറയാറുണ്ട്. പിന്നെ രാജ്മഹലോമേ മേരാ സ്ഥാൻ, രാജകൊട്ടാരത്തിലും നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെ സന്ദേശവാഹകൻ കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗേഹുമാണ് പസന്ത്, പിന്നെ മനുഷ്യരുടെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കബൂത്തർ കിസ്കാ പ്രതീക് ഹെ, എന്തിന്റെ പ്രതീകാണ്? ശാന്തി കാ പ്രതീകാണ് വരിക. രണ്ടാമത്തേത് കബൂത്തർ കാ ദൂസറ ശബ്ദ് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. കൗവ, കോയൽ, കപോത്ത്, കോകിൽ. ആൻസർ കപോത്ത് എന്നാണ് വരുന്നത്. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖി, ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറയുന്നത്. കബൂത്തർ കൗയെ സെ ഡർത്താ ഹെ, കബൂത്തർ മാനവ് സെ ഡർത്താ ഹെ, കബൂത്തർ ബില്ലി സെ ഡർത്താ ഹെ, കബൂത്തർ മോർ സെ ഡർത്താ ഹെ. ഇതിലെ ഏതാണ് ശരിയായത്? കബൂത്തർ ബില്ലി സെ ഡർത്താ ഹെ, അതാണ് ശരിയായ ആൻസർ. കബൂത്തർ കോ കോൺസാ ദാന ജ്യാദ പസന്ദ് ഹെ, ഏത് ധാന്യമാണ് കൂടുതൽ ഇഷ്ടം? ചാവൽ, ബാജ്ര, ദാൽ, ഗേഹൂം. ഏതാണ്? ഗേഹൂം ആണ് ശരിയായ ആൻസർ. പുരാനെ സമാനെ മേ രാജ്മഹലോ മേ ഭി മേരാ സ്ഥാൻ താ ക്യോ, പണ്ട് രാജകൊട്ടാരത്തില് എനിക്ക് സ്ഥാനമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ്? ऑप्शंस ഉണ്ട്. कबूतर दूर देशों तक संदेश पहुंच जाता था. राजा लोग कबूतर को पसंद करते थे. कबूतर की आवाज सुरीली है. कबूतर महलों की सुंदरता बढ़ाता था. എന്താണ് ശരിയായ ഉത്തരം? കബൂത്തർ ദൂർ ദേശവും തക് സന്ദേശ് പഹുഞ്ച് ജാതാ താ, എല്ലാ രാജ്യങ്ങളിലും സന്ദേശം എത്തിക്കുമായിരുന്നു അല്ലെ കബൂത്തർ. അപ്പൊ അതാണ് ശരിയായ ആൻസർ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.